ഇന്ന് നമ്മുടെ വീഡിയോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടാനായിട്ട് തയ്യാറായിക്കോളൂ. എല്ലാവരുടെ വീട്ടിലും നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന ഉപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രമിക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. ആദ്യം നമുക്കൊരു പൗഡർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 3 ടേബിൾ സ്പൂണോളം കല്ലുപ്പാണ് ഞാനൊരു പാത്രത്തിലേക്ക് എടുക്കുന്നത്. ഇനി ഈ ഒരു ഉപ്പിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് കർപ്പൂരമാണ് കേട്ടോ. ഒരു 10-20 കർപ്പൂരം കൂടെ ഈ ഒരു കല്ലുപ്പിൻ്റെ കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അളവൊക്കെ കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. 3 ടേബിൾ സ്പൂണോളം കല്ലുപ്പിൽ 20 കർപ്പൂരം. നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കർപ്പൂരമാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മിക്സിയുടെ ജാറിലിട്ടത് നല്ല പോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി വെള്ളനനവില്ലാത്ത ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാം. ഈ ഒരു പൗഡർ ഉപയോഗിച്ച് ചെയ്യുന്ന ടിപ്പുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. കല്ലുപ്പ് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ബ്ലൈഡിന് നല്ല മൂർച്ച കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ കല്ലുപ്പും കർപ്പൂരവും കൂടെ ചേർത്താണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മിക്സിയുടെ ജാറിന് ചെറിയ സ്മെല്ലുണ്ടാവും. അത് പോകാനായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ മിക്സിയുടെ ജാറ് നമ്മൾ വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ കർപ്പൂരത്തിൻ്റെ ഒട്ടും മണം ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് ഉപ്പിൻ്റെയും കർപ്പൂരത്തിൻ്റെയും മിക്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കുറച്ച് ടിപ്പുകൾ കണ്ടു നോക്കാം. ഞാനൊരു ചെറിയ ബൗളിലേക്ക് ഈ ഒരു മിക്സ് എടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പല്ല് തേക്കുകയാണെങ്കിൽ നമ്മുടെ പല്ല് സംബന്ധമായിട്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ്. പലരുടെയും പ്രശ്നമാണ് വായ് നാറ്റം, അതുപോലെ തന്നെ മോണ വീക്കം, ബ്രഷ് ചെയ്യുന്ന സമയത്ത് മോണയിൽ നിന്ന് രക്തം വരുന്നത്. ഇതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് കേട്ടോ. ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് ഈ ഒരു പേസ്റ്റ് ഇല്ലാണ്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത ആ ഒരു മിക്സ് മാത്രം ഉപയോഗിച്ചിട്ട് കിടക്കുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യുവാണെങ്കിലും വായ്ക്കുള്ളിൽ നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആണ് കേട്ടോ. അടുത്ത ടിപ്പ്, ഞാനൊരു ടിഷ്യൂ പേപ്പറിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഉപ്പിൻ്റെയും കർപ്പൂരത്തിൻ്റെയും മിക്സ് ഇട്ടിട്ടുണ്ട്. ഇത് നല്ലതുപോലെ പൊതിഞ്ഞതിന് ശേഷം നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ ഫിഷ് വാങ്ങിക്കൊണ്ട് വരുമ്പം ബസ്സിലായാലും അതുപോലെ തന്നെ കാറിലൊക്കെ വരുവാണെങ്കിൽ AC ഓണാക്കുന്ന സമയത്ത് കാറിനുള്ളിലൊക്കെ വല്ലാത്ത സ്മെൽ ഉണ്ടാകാറുണ്ടല്ലേ. അപ്പം ഇതുപോലെ ഒന്ന് പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മീൻ വാങ്ങുന്ന കവറിനുള്ളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ സ്മെല്ലുണ്ടാകത്തില്ല. പ്രത്യേകിച്ച് മാർക്കറ്റിൽ നമ്മൾ പോയി മീൻ വാങ്ങിക്കൊണ്ട് വരുന്നത് കാറിലാണെങ്കിൽ പിന്നെ ആ ഒരു കാറ് കഴുകാണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ AC ഒക്കെ ഓണാക്കുന്ന സമയത്ത് ആ സ്മെല്ല് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. മീനിൻ്റെ കവറിലേക്ക് നമ്മൾ ഉപ്പിൻ്റെയും കർപ്പൂരത്തിൻ്റെയും മിക്സ് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ വേറൊരു കവറിനുള്ളിൽ ഇട്ടിട്ട് ആ കവറിലേക്ക് വേണം മീൻ വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പം മഴ സമയം ആയതുകൊണ്ട് തന്നെ മിക്ക ആളുകളും മീൻ വൃത്തിയാക്കുന്നത് കിച്ചണിൽ വെച്ചായിരിക്കും. അതുപോലെ തന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിലും നമ്മൾ കിച്ചൺ സിങ്കിലായിരിക്കും മീൻ വൃത്തിയാക്കുന്നത്. ഇങ്ങനെ മീൻ വൃത്തിയാക്കി കഴിയുമ്പം സിങ്കിനുള്ളിലുള്ള ആ ഒരു ബ്ലഡിൻ്റെയൊക്കെ മണം മാറാനായിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്ന ആ ഒരു കർപ്പൂരത്തിൻ്റെയും ഉപ്പിൻ്റെയും പേസ്റ്റ് സിങ്കിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. നെയ്യുള്ള മീനൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ചാളയൊക്കെ നമ്മൾ കിച്ചണിൽ വെച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ആ ഒരു സിങ്ക് എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്താലും ആ സ്മെല്ല് മാറത്തില്ല. അപ്പം ഇതുപോലെ കുറച്ച് ഉപ്പിൻ്റെയും കർപ്പൂരത്തിൻ്റെയും മിക്സ് സിങ്കിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷും കൂടെ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി ഇടുവാണെങ്കിൽ നമ്മൾ ഈ ഒരു സിങ്കിൽ വെച്ച് മീൻ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് പോലും പറയത്തില്ല. അത്രയ്ക്ക് നീറ്റായിട്ടും സ്മെല്ലില്ലാണ്ടും കിട്ടും. ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ടിപ്പുകളൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. അതുപോലെ തന്നെ നോൺ വെജ് ഐറ്റംസുകൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സ്മെല്ല് മാറാനായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയാൽ മതി. ഇനിയിപ്പം നിങ്ങൾ നോൺ വെജ് ഉപയോഗിക്കാത്തവരാണെങ്കിലും കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കുറച്ച് ഉപ്പ് കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകിയെടുക്കുന്നത് നമ്മുടെ കൈയുടെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കും. അടുത്ത ടിപ്പ്, മഴക്കാലമായാൽ നമ്മുടെ വീടിനുള്ളിൽ തങ്ങി നിൽക്കുന്ന ആ ഒരു ബാഡ് സ്മെല്ല് പോകാനായിട്ട് ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഉപ്പിൻ്റെയും കർപ്പൂരത്തിൻ്റെയും മിക്സ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻഷ്യൽ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുക്കുന്നത് പുൽത്തൈലമാണ്. ഇനി വാനില എസൻസോ അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കോഫി പൗഡർ ആയാലും ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് അതിന് മുകളിൽ 2-3 ഹോൾസുകൾ ഇട്ട് കൊടുത്തിട്ട് ലിവിങ് റൂമിലോ കുട്ടികൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ മുകളിലോ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലോ ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കാം.
ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് നല്ലതുപോലെ ടൈറ്റായിട്ട് കവർ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഹോൾസുകൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഈ ഒരു ബൗൾ വെക്കാവുന്നതാണ്. ഉപ്പും കർപ്പൂരവും പോസിറ്റിവിറ്റി നൽകുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് നമ്മുടെ ലിവിങ് റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുത്തിട്ട് റൂമിനുള്ളിൽ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആയിരിക്കും. തണുപ്പ് കാലമായാൽ ഒട്ടുമിക്ക ആളുകൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സന്ധിവേദന അതുപോലെ തന്നെ ജോയിൻ്റെ ഭാഗത്ത് നീരൊക്കെ വരാറുണ്ടല്ലേ. അങ്ങനെയുള്ളവർ നമ്മൾ തയ്യാറാക്കിയെടുത്ത ഉപ്പിൻ്റെയും കർപ്പൂരത്തിൻ്റെയും മിക്സ് ഒരു ചൂടുള്ള പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നല്ല വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് ഇട്ടിട്ട് കിഴി കെട്ടി വേദനയുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ വേദനയ്ക്ക് നല്ലൊരു ശമനമാണ് കേട്ടോ കിട്ടുന്നത്. പ്രായമായവരൊക്കെ ഇങ്ങനെയുള്ള വേദന മാറാനായിട്ട് മുക്കൂട്ടുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണയായാലും നല്ലതുപോലെ നമ്മുടെ ബോഡിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലൊന്ന് ചൂട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വേദന വിട്ടുമാറും. മഴക്കാലമായാൽ പലർക്കും കൈയും കാലും ഒക്കെ പെരുത്തിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇതുപോലെ ഒന്ന് ചൂട് പിടിച്ച് കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അടുത്ത ടിപ്പ്, മഴക്കാലമായാൽ കുട്ടികളുടെയൊക്കെ ഷൂ നമുക്ക് കഴുകി ഉണക്കിയെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ളിൽ ആ സ്മെല്ല് മാറാനായിട്ട് ഇതുപോലൊരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് ഉപ്പിൻ്റെയും കർപ്പൂരത്തിൻ്റെയും മിക്സ് എടുത്ത് പൊതിഞ്ഞതിന് ശേഷം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഷൂവിനുള്ളിലുള്ള ആ ഒരു ബാഡ് സ്മെല്ല് മാറിക്കിട്ടും. അതുപോലെ തന്നെ മഴക്കാലങ്ങളിൽ നമ്മൾ തുണികൾ വെക്കുന്ന കബോർഡുകളിൽ ഒരു ബാഡ് സ്മെല്ല് വരാറുണ്ട്. ചില സമയത്ത് നമ്മൾ കബോർഡൊക്കെ തുറന്ന് നോക്കുന്ന സമയത്ത് കബോർഡിൻ്റെ ആ സൈഡിലൊക്കെ പൂപ്പലൊക്കെ കാണാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ടും ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ കുറച്ച് ഉപ്പിൻ്റെയും കർപ്പൂരത്തിൻ്റെയും മിക്സ് പൊതിഞ്ഞതിന് ശേഷം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു തുണികൾക്ക് നല്ല മണമുണ്ടാവും, കബോർഡിനുള്ളിൽ പൂപ്പലൊന്നും ഉണ്ടാവത്തില്ല. മഴ സമയത്ത് ഷൂറാക്കിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെല്ല് മാറാനും നമുക്ക് ഉപ്പിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഈ ഒരു മിക്സ് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ടിപ്പ്, ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് കിച്ചണിലുള്ള പ്രാണികളെയും അതുപോലെ തന്നെ നമുക്ക് കിച്ചണും വൃത്തിയാക്കാനായിട്ട് കഴിയും. അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഒരു ടേബിൾ സ്പൂണോളം ഉപ്പിൻ്റെയും കർപ്പൂരത്തിൻ്റെയും മിക്സ് എടുത്ത് ഇതിലേക്ക് 1/2 ഗ്ലാസ് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കിച്ചണൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് കിച്ചൺ സിങ്ക് അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പൊക്കെ ഒന്ന് ഈ ഒരു രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കിച്ചണിലുള്ള പാറ്റ, പല്ലി, എറുമ്പിൻ്റെയൊക്കെ ശല്യം പെട്ടെന്ന് മാറിക്കിട്ടും. പൊതുവേ നമ്മുടെ വീട്ടിലേക്ക് പാറ്റയൊക്കെ വരുന്നത് കിച്ചൺ സിങ്ക് വഴിയാണ്. ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു സ്പ്രേ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പാറ്റയുടെയൊക്കെ ശല്യം മാറിക്കിട്ടും. പിന്നെ സ്ഥിരമായിട്ട് പല്ലിയെ കാണുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു സ്പ്രേ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ കർട്ടൻ്റെ പിറകിലൊക്കെ ഈ ഒരു സ്പ്രേ തളിച്ചു കൊടുക്കുന്നുണ്ട്. കൊതുകും പാറ്റയും അതുപോലെ തന്നെ പല്ലിയുടെയൊക്കെ ശല്യം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും. തറ തുടയ്ക്കാനെടുക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഉപ്പിൻ്റെയും കർപ്പൂരത്തിൻ്റെയും മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം തറയൊക്കെ തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടും. അതുപോലെ തന്നെ അണുക്കളൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. ചെറിയ കുട്ടികൾ, പ്രത്യേകിച്ചും 6 മാസമൊക്കെയുള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപ്പും കർപ്പൂരവും ചേർത്ത വെള്ളത്തിൽ തറ തുടയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. മഴ സമയത്തുണ്ടാകുന്ന വളംകടി, ഉപ്പൂറ്റി വേദന ഒക്കെ മാറാനായിട്ട് ഇതുപോലൊരു ബേസനിൽ കുറച്ച് ഇളം ചൂടുവെള്ളം എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഉപ്പിൻ്റെയും കർപ്പൂരത്തിൻ്റെയും മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതിലേക്ക് നമ്മൾ കാല് മുക്കി വെക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. ഈ നഖമൊക്കെ കുത്തിപ്പഴുക്കുന്നവർ അതുപോലെ തന്നെ വളങ്കടിയൊക്കെ ഉള്ളവർ ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉപ്പും കർപ്പൂരവും ഇട്ട വെള്ളത്തിൽ ഇളം ചൂടുവെള്ളം വേണം കേട്ടോ എടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് നേരമെങ്കിലും കാല് മുക്കി വെക്കാനായിട്ട് മറക്കരുത്. പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടും. അടുത്ത ടിപ്പ്, നമ്മുടെ കുട്ടികൾ ലഞ്ച് ബോക്സിനൊപ്പം കൊണ്ടുപോകുന്ന ടവലുകൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഉപ്പിൻ്റെയും കർപ്പൂരത്തിൻ്റെയും മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് നേരമെങ്കിലും ഈ ഒരു വെള്ളത്തിൽ ടവലിട്ട് വെക്കുക. അതിനുശേഷം വേണം കേട്ടോ ഉണക്കിയെടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ടവലിൽ അണുക്കളൊന്നും ഉണ്ടാവത്തില്ല, അതുപോലെ തന്നെ നല്ലൊരു മണവുമായിരിക്കും. കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന കിച്ചൺ ടവലുകളും ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം നമ്മൾ സാധാരണ കഴുകുന്നത് പോലെ സോപ്പ് വെള്ളത്തിൽ കഴുകിയാൽ മാത്രമാണ് ഇതിനുള്ളിലെ അഴുക്കും ആ ഒരു എണ്ണമഴുക്കും ഒക്കെ പോയി കിട്ടത്തുള്ളൂ. അടുത്ത ടിപ്പ്, നമ്മൾ ബാത്റൂമിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബക്കറ്റിലൊക്കെ ഒരു മെഴുക്കുണ്ടാകാറുണ്ടല്ലേ, അത് മാറിക്കിട്ടാനും നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഈ ഉപ്പിൻ്റെയും കർപ്പൂരത്തിൻ്റെയും മിക്സ് ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകിയെടുത്താൽ മതി.
ഞാനിവിടെ സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ ഈസി ആയിട്ട് കൈകൊണ്ട് ഇതുപോലൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ ആ ഒരു മെഴുക്കൊക്കെ പോയി കിട്ടും. അതുപോലെ തന്നെ ബാത്റൂമിലെ ഫ്ലോർ ടൈലിൻ്റെയും വാൾ ടൈലിൻ്റെയും അഴുക്ക് മാറാനും നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഉപ്പിൻ്റെയും കർപ്പൂരത്തിൻ്റെയും മിക്സ് ഇതുപോലെ ഒന്ന് യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ക്രബ്ബറിലേക്കാണ് ഉപ്പിൻ്റെയും കർപ്പൂരത്തിൻ്റെയും മിക്സ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് വാൾ ടൈൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ക്ലോസറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഈ ഒരു മിക്സ് ക്ലോസറ്റിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലഷ് ചെയ്യുവാണെങ്കിലും ആ ഒരു ബാത്റൂമിനുള്ളിൽ നല്ല മണമായിരിക്കും കേട്ടോ കർപ്പൂരത്തിൻ്റെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉപ്പിൻ്റെയും കർപ്പൂരത്തിൻ്റെയും മിക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകളാണ് ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. വീണ്ടും നമുക്ക് നല്ല അടിപൊളി ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.